ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചാന്മാരെ നമ്മൾ ഫ്രീ ഫയർ വരും ദിവസങ്ങളിൽ തന്നെ നമ്മളെ ബ്ലഡ് മൂൺ ഇവന്റ് നമ്മുടെ FF സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവന്റെ ഭാഗമായിട്ട് നമ്മൾ FF ന്യൂ ആയിട്ട് അറൈവൽ ആനിമേഷൻ ആയിട്ടും അതുപോലെ ന്യൂ ആയ സാമുറായ് ബണ്ടിലൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ ഓൾഡ് ആള് നമ്മൾ സോംബി സാമുറായ് ബണ്ടിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റിംഗ് ഇവന്റെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയൊരു കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലഡ് മൂൺ ഇവന്റെ ഭാഗമായിട്ട് നമ്മുടെ FF ന്യൂ ആയൊരു മാഗിന്റെ സ്കിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കോമ്പിനേഷനായിട്ട് വരാൻ പോകുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു ഗൺ സ്കിന്നാട്ടോ. അതുപോലെ തന്നെ ഇവന്റെ ഡേറ്റും കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റാൻഡമായ അപ്ഡേറ്റും അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോന്ന് പിക്ക് ചെയ്യില്ല ടോപ്പ് പല കമന്റുകൾക്കുള്ള ആൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണുന്ന കുറച്ച് കമൻറ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ കമൻറ്റുകൾക്ക് കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റായിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മുതൽ എല്ലാ വീഡിയോയിലും ഇതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ കമൻറ്റാണ് പിക്ക് ചെയ്യുക അത് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഏതൊക്കെ കമൻറ്റുകൾക്കാണ് നമ്മൾ അവസാനമായിട്ട് ആൻസർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് തന്നെ റെഡിയും കോഡ് ഉണ്ടോ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയല കാരണം നോക്കാം ലേക്ക് പകുതി പോലും ലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡിയും കോഡൊന്നും ഇന്നത്തെ വീഡിയോയിലില്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് റെഡിയും കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ലൈക്ക് ടാർഗറ്റ് നോക്കണേ 700 ലൈക്കാണ്. അപ്പോൾ എന്തായാലും നാളെ ഒരു 10 മണിയാകുമ്പോഴത്തേന് നിങ്ങളൊരു 700 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വട്ടം വരുന്ന വീഡിയോയിൽ എന്തായാലും റെഡിയും കോഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ഫയർ ആകും തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മിസ്റ്ററി ഷോപ്പ് വേണ്ടി നമ്മളെ ഗറീനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെങ്കിൽ ലെക്കായി കിട്ടുള്ളത് വെറും 64% കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ശതമാനം ലെക്ക് കിട്ടുന്ന കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് വളരെയധികം കുറഞ്ഞു പോയി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മിസ്റ്ററി ഷോപ്പിലൂടെ എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നോക്കുക. ഫസ്റ്റ് തന്നെ നമ്മളെ സ്റ്റോപ്പ് ബോർഡ് ടൈപ്പ് ആയാലും ആ കോഡാലി സ്കിന്ന് കിഡില്ല സാധനം തന്നെ കേട്ടോ, അടിപൊളിയാണ്. അതിന് 179 ഡയമണ്ടൊക്കെ ചോദിക്കുന്നുണ്ടോ, കുറച്ച് ഓവറാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ റൈഡർ ടൈപ്പ് ആയിട്ടുള്ള ഫീമെയിൽ ബണ്ടില് അടിപൊളിയായ ബണ്ടില്ല കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് യൂണിവേഴ്സ് ടോക്കൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ KS ഇവന്റ്. അപ്പോൾ അതിലൊന്ന് നമ്മളിങ്ങനെ കയ്യിലിരിക്കുന്ന പോലെ ഒരു ഇമോട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇതിലുണ്ട് കേട്ടോ. സീനായിട്ടാണ്. അതുപോലെ തന്നെ ബണ്ടിലുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ക്യാപ്പ് ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ടോ. അതുപോലെ തന്നെ ഇമോട്ട് നല്ല വെറുത്താല ഇമോട്ടാട്ടോ, അടിപൊളിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാനർ, ഓക്കെ, ബാനറും അവതാറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ കൊടുത്തൊരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ റിവാർഡ്സ് ഒന്നും കൊടുക്കാൻ വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ റീഫ്രഷ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മെയിൽ സെക്ഷന് റീഫ്രഷ് ചെയ്യുന്ന ടൈമിൽ അവിടെയും കുറേ അധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് മെയിൽ ബണ്ടിൽ കാണാൻ പറ്റും. ബണ്ടിൽ നോക്കാൻ നല്ല ബണ്ടിൽ തന്നെ കേട്ടോ. ഓക്കെ, അടിപൊളി ബണ്ടിലാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ ആയുള്ള സാധനം, അപ്പോൾ നമ്മൾ ജീപ്പിൻ്റെ സ്കിന്ന് കിഡിലായിട്ട് കേട്ടോ. ഒരു ആട്രിബ്യൂട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. അടിപൊളിയായിട്ടും ജീപ്പിൽ വന്നില്ല ഏറ്റവും ടോപ്പ് സ്കിന്നാണ്. അപ്പോൾ നമ്മൾ ബ്ലഡ് മൂൺ ഇവൻ്റെ ഭാഗമായിട്ടൊരു കിഡിലൻ ജീപ്പ് സ്കിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓൾഡ് ആല ഗ്രനേഡ് സ്കിന്ന്, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റിങ് വൗച്ചർ, അതുപോലെ തന്നെ മൂൺ വാൾക്ക് പോലുള്ള ആ ഇമോട്ട് കിഡിലെ ഇമോട്ടാട്ടോ. അതുപോലെ തന്നെ നമുക്ക് റാൻഡം ആയിട്ടുള്ള കുറച്ച് ഗൺ സ്കിന്ന്, ഗൺ ക്രേറ്റ് കേട്ടോ. അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. കുഴപ്പമില്ല, ഒരു ആവറേജ് ആല് ഒരു മിസ്റ്ററി ഷോപ്പിൻ്റെ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ മിസ്റ്ററി ഷോപ്പിലൂടെ എന്ത് ഐറ്റംസ് എടുത്തുനിന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്ത് ഐറ്റംസ് എടുത്തുനിന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഓഫറോടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര % ആണ് ഓഫർ കിട്ടിയെന്ന് കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തേ നമുക്ക് നേരെ നമ്മുടെ മെയിൻ ആല കണ്ടന്റിലേക്ക് തന്നെ പോവാം. അപ്പം മച്ചാന്മാരെ നമ്മുടെ FF ഏകദേശം ഈ വരുന്ന 20-ാം തീയതി മുതൽ തന്നെ, ഓക്കെ, അപ്പം എന്തായാലും എന്നാ വരാമെന്ന ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്തായാലും ഏകദേശം നമുക്ക് 20-ാം തീയതി അല്ലെങ്കിൽ നമുക്കൊരു 18-ാം തീയതി ഒക്കെ ആയിട്ട് നമ്മളെ ബ്ലഡ് മൂൺ ഇവന്റ് നമ്മുടെ FF സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു യൂണിവേഴ്സൽ നമ്മുടെ ബണ്ടിൽ റിംഗ് ഇവന്റ് വരാൻ പോകുന്നത് 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റും കിട്ടിയിട്ടുണ്ട്. ആദ്യത്തിൽ വരാൻ പോകുന്നൊരു കിഡിലാല ബണ്ടിലാട്ടോ. രക്ഷയില്ലാത്ത ഈ ബണ്ടിൽ പറയാൻ പറ്റും. അതുപോലെ ഫോക്സിൻ്റെ പോലെ എഫക്റ്റും കാലൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായ മെയിൽ ബണ്ടിലാണ്. നെക്സ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിലുണ്ട്. ഫീമെയിൽ ബണ്ടിൽ നോക്കണം, നല്ല ബണ്ടിൽ തന്നെ കേട്ടോ. അടിപൊളിയായ ബണ്ടിലാണ്. ബാക്കിലൊക്കെ അതിൻ്റെ എഫക്റ്റ് ഫോക്സ് തീമാല എഫക്റ്റും കാലൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഓൾഡ് ആയ സാമറ ബണ്ടിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന് നെക്സ്റ്റ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് നോക്കണം, നമ്മൾ സോംബി സാമറ ബണ്ടിലൂടെയും നമുക്ക് ഈ റിങ്ങിലൂടെ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എക്സ്ചേഞ്ച് ടോക്കണൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രീസിൻ്റെ ടൈമിൽ ബണ്ണി ബണ്ടിലൊക്കെ വന്ന ടൈമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂണിവേഴ്സ് ടോക്കനിലാണ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾഡ് ആയാലും നമ്മുടെ ബണ്ണി വാര ബണ്ടിലിൽ 400 ടോക്കണൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്തായാലും കുറഞ്ഞ 400 ടോക്കൺ, ടോപ്പ് ബണ്ടിലൊക്കെ 400-500 ടോക്കൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
അപ്പം നമുക്ക് എന്തായാലും വരുന്ന ദിവസം തന്നെ നമുക്ക് എക്സ്ചേഞ്ച് സെക്ഷനിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരാൻ പോകുന്നും അപ്പോൾ അതുപോലെ എത്ര ടോക്കൺസിന് എടുക്കാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റിംഗ് ഇവന്റ് വരാൻ പോകുന്ന കൺഫേം ആയ ടൈം നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 23-ാം തീയതി കേട്ടോ. 100% കൺഫേം ആയിട്ടുണ്ട്. ഡയമണ്ടൊക്കെ സേവ് ചെയ്യേണ്ടവർ സേവ് ചെയ്യുക, അതുപോലെ തന്നെ യൂണിവേഴ്സ് ടോക്കണും സേവ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് മൂൺ ഇവൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ഐറ്റം നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മളെ ന്യൂ ആല അറൈവൽ ആനിമേഷൻ ആട്ടോ. ഒരു കിഡിലനാല ഒരു അറൈവൽ ആനിമേഷൻ വരുന്നുണ്ട്. അപ്പോൾ അറൈവൽ ആനിമേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ ഇതുപോലെ നമുക്ക് അറൈവൽ ആനിമേഷൻ കാണാൻ പറ്റും. സംഭവം നോക്കുകയാണെങ്കിൽ അടിപൊളി ഒരു അറൈവൽ ആനിമേഷൻ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഈ അറൈവൽ ആനിമേഷൻ വരാൻ പോകുന്നു ഒരു ഫെയർലി വീലിലൂടെ തന്നെ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൽ സെക്കൻഡ് പ്രൈസ് ആയിട്ട് ഒരു ഗ്രനേഡ് സ്കിന്നൊക്കെ ഉണ്ടാവും പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1100 ഡയമണ്ടൊക്കെ നമ്മൾ കലണ്ടി കൺഫേം ആയിട്ട് ഈ അറൈവൽ ആനിമേഷൻ ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കി, എക്സ്ചേഞ്ച് അല്ല സ്പിൻ ചെയ്തുകൊണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫെയർലി വീൽ ഇവന്റ് വരാവുന്ന ടൈം ഓക്കെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 21-ാം തീയതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റും കൺഫേം ആയിട്ടുണ്ടെന്നാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുതന്നെ നെക്സ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ഐറ്റം തന്നെയൊക്കെ നെക്സ്റ്റ് വരാൻ പോകുന്ന യൂണിവേഴ്സൽ വെപ്പൺ റിംഗ് ഇവന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് വളരെയധികം സന്തോഷമാവുന്ന ഒരു അപ്ഡേറ്റ് ആണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ന്യൂ ആയിട്ട് അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ FFൽ നെക്സ്റ്റ് വരാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ബ്ലഡ് മോൺ ഇവൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ടീമിൽ ന്യൂ ആയിട്ടൊരു മാഗിൻ്റെ സ്കിന്ന് വരാൻ പോട്ടെ. സീനല്ല സ്കിന്നാണ്. അപ്പം ഞാൻ ഈ സ്കിന്നിനെ കുറിച്ച് പറയാനല്ലേ വന്നത്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഈ നമ്മളെ ബാംബു വാരർ AWൻ്റെ സ്കിൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ കോമ്പിനേഷൻ ഓക്കെ നമുക്ക് കോമ്പിനേഷൻ റിംഗ് ഇവൻ്റ് ആയിട്ട് വരാൻ പോവാണ്. അപ്പോൾ മാഗിൻ്റെ സ്കിന്ന് എക്സീസ് നമ്മുടെ AWൻ്റെ സ്കിൻ കേട്ടോ. അപ്പോൾ ഓൾഡാല ഇൻക്യുബേറ്റർ സ്കിൻ ഇതിലുണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും പാടെ കൂടിയുള്ള ഒരു യൂണിവേഴ്സൽ വെപ്പൺ റിംഗ് ഇവന്റ് നമ്മുടെ FFൽ ഈ മാസം ഇന്ത്യയിലായിട്ട് ഏകദേശം 29-ാം തീയതി ആയിട്ട് വരുന്നതാണ് കൺഫർമേഷൻ വന്നിട്ടുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാകും വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് മാഗിൻ്റെ സ്കിന്നിലേക്ക് വരാണെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് ഗൺ സ്വിച്ചിങ് എഫക്റ്റ് കാണാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് ഫയറിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഗൺ ഫയർ ഉണ്ട്. ഓക്കെ, ഗൺ ഫയറിങ് എഫക്റ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നെക്സ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലൊരു സംഭവം ഉണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ അധികം കാരണമുള്ള ഒരു കണ്ണുകൂടിയാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഓൾഡാലെ കുറേ അധികം മാഗിൻ്റെ സ്കിന്നുകൾ ലെജൻഡറി ആയ മാഗിൻ്റെ സ്കിന്നിലൂടെയും ഈ റിംഗിലൂടെ റിട്ടേൺ ആയിട്ട് വരാനും ഹൈലി ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും 29-ാം തീയതി നമുക്ക് AWX ഈ മാഗിൻ്റെ സ്കിന്നൊക്കെ കൂടിയുള്ള ഒരു യൂണിവേഴ്സൽ വെപ്പൺ റിംഗ് വേണ്ടി നമ്മുടെ FFൽ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന റിവാർഡ്സുകൾ നോക്കട്ടോ. ഫ്രീ ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഈ ഫീമെയിൽ ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന റിവാർഡ്സ് ആയിട്ടാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. നെക്സ്റ്റ് ആയിട്ട് വോയിസ് പാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, കിഡിലെ 4 വോയിസ് പാക്കുകൾ. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ന്യൂ ആലൊരു കുതിരൻ്റെ സ്കിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രീ അല്ല കേട്ടോ, കിഡിലൻ സ്കിന്നാണ്. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ജീപ്പിൻ്റെ സ്കിൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെയ്ഡ് വേണ്ടി പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ജീപ്പിൻ്റെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ടെറർ ലുക്കാട്ടോ, ഒരു രക്ഷയിലെ കിഡിലായിട്ടും തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ഫെയർലി വീൽ ഇവന്റ് അല്ലെങ്കിൽ നമുക്ക് മിസ്റ്ററി ഷോപ്പ് ഉണ്ട് എന്തിനും ഡിസ്കൗണ്ട് ഇവന്റ് ഒക്കെ വരാണ്, അതിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കുതിൻ്റെ സ്കിൻ ഒരു പക്ഷേ ഫെയർലി വീൽ ഇവന്റ് ആവാനാണ് ചാൻസ് കാണുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആർട്ടിസ്റ്റ് ഒരു കറ്റാന സ്കിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഗ്ലൂവാൾ സ്കിൻ ഉണ്ട്. അപ്പം നമുക്ക് മാക്സിമം സർബോർഡ് സ്കിന്ന് അതുപോലെ തന്നെ ബാഗ് അങ്ങനെ ചെറിയ ഐറ്റംസ് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാഗ് സ്കിന്നായിട്ട് ഇതുപോലൊരു ഐറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടും തോന്നുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഐറ്റം നോക്കുകയാണെങ്കിൽ സർബോർഡ് സ്കിന്നാട്ടോ. അപ്പോൾ ഇതും ഫ്രീ ആയിട്ട് ആവും. നെക്സ്റ്റ് ആയിട്ട് ഒരു ടക്കറിൻ്റെ സ്കിൻ ഉണ്ട്, നമ്മളെ നൈഫിൻ്റെ സ്കിന്ന്. അപ്പോൾ അതുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വരും ദിവസം തന്നെ കൺഫേം ആയിട്ട്. അപ്പോൾ ഇതൊക്കെ മാക്സിമം 99% ഇതൊക്കെ നമുക്ക് ഫ്രീ ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ ഇത് കൂടാതെ എന്തെങ്കിലും റിവാർഡ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അറിയിക്കാം കേട്ടോ. വരും ദിവസം നമുക്ക് കൺഫേം ആയിട്ട് 100% കൺഫേം ആയിട്ട് ഇതിനെക്കുറിച്ച് കുറേ അധികം അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ അതിനുശേഷം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ളത് നമ്മളെ കമൻറ്റുകൾക്കുള്ള ആൻസർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ FF ടോക്കൺ സ്റ്റോറിൽ ന്യൂ ആയിട്ട് എന്നാണ് ഐറ്റംസ് വരാമെന്നാണ് ചോദിച്ചുള്ളത്. നെക്സ്റ്റ് ചേഞ്ചിനെ കുറിച്ചാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഈ വരുന്ന 16-ാം തീയതി ഓക്കെ, ആഗസ്റ്റ് മാസം 16-ാം തീയതി അല്ല സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് പാച്ച് അപ്ഡേറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ന്യൂ ആയ ഐറ്റംസ് നമ്മുടെ FF ടോക്കൺ സ്റ്റോറിൽ ആഡ് ആവാം കേട്ടോ. ടൈം ഉണ്ട് എന്തായാലും വരും ദിവസം തന്നെ അതിനെക്കുറിച്ചുള്ള കൺഫർമേഷൻ ന്യൂ ആയിട്ട് വരാവുന്ന ഐറ്റത്തിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടാൻ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും
അറിയിക്കുക. അപ്പോൾ അതുപോലെ മറ്റൊരു ബ്രദർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണ് നമ്മളെ ജാസ് പാൻറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ജാസ് പാൻറ്റ് റിട്ടേൺ സൂണാണ് ബ്രോ, എന്തായാലും ഈ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എനിക്ക് തോന്നുന്നു ദീപാവലിയുടെ ടൈമിലേക്ക് വരാനാണ് ചാൻസ് തോന്നുന്നത്. അതിന് മുമ്പായിട്ടൊക്കെ വരാണെങ്കിൽ എന്തായാലും അറിയിക്കുക. അതുപോലെ ആർട്ടിക്കൽ ബ്ലൂ ബണ്ടിൽ പോലുള്ള ഇരിക്കുന്ന ബണ്ടിൽ റിട്ടേൺ വരുമോ എന്നാണ് ചോദിച്ചുള്ളത്. നിങ്ങൾ മാക്സിമം പേര് കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ പോലുള്ള എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവണമെന്നില്ല, എല്ലാവരെ കൊണ്ട് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർക്ക് ഓടിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ കുറേ അധികം ബണ്ടിൽ അതുപോലുള്ള ഉണ്ട്, അതേ ഇൻക്യുബേറ്റർ ഫാമിലിയുള്ള കുറേ അധികം ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരെങ്ങനെയല്ലോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് പേര് കണ്ടുപിടിക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് തരാം കേട്ടോ. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ആയി നമ്മളെ പുഷ്പ ബണ്ടിൽ റിട്ടേൺ വരുമെന്ന് ചോദിച്ചില്ല. പുഷ്പ ബണ്ടിൽ എന്തായാലും റിട്ടേൺ വരും. അപ്പോൾ കിഡിലും ബണ്ടിലാണ്, അതുപോലെ തന്നെ ഇമോട്ട് ഉണ്ട്, അതുപോലെ തന്നെ കോഡാലിൻ്റെ സ്കിന്ന്, ഗ്ലൂവാൾ സ്കിന്ന്, അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുഷ്പ 2 ഈസ് മൂവി റിലീസ് ചെയ്ത ടൈമിലൊരു കൊളാബറേഷൻ ഇവൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമുക്ക് പുഷ്പ 2 ഐറ്റംസ് റിട്ടേൺ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുഷ്പ 3 എന്ന മൂവീസ് നമുക്ക് ഇനി റിലീസ് ചെയ്യേണ്ടി വരും. പുഷ്പ 3 എന്തായാലും വരാൻ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മൂവിയൊക്കെ റിലീസ് ആവുന്ന ടൈമിൽ അതിൻ്റെ ഭാഗമായൊരു ഇവൻറ്റുമായി നമുക്ക് മാക്സിമം നമുക്കൊരു ഇവൻറ്റ് ന്യൂവാല ഇവൻ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് ഈ ഐറ്റംസ് റിട്ടേൺ ആയിട്ട് വരാനും സാധ്യത കാണുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഒരു ബ്രോ കമൻറ്റ് ചെയ്തുള്ളത് ഇപ്പോൾ 17 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 17 വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ ബിലോ 18 നമ്മൾ കൊടുക്കേണ്ടി വരിക ആ വൈറ്റ് കോളത്തിൽ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വർഷം കഴിഞ്ഞ ടൈമിൽ 18 വയസ്സൊക്കെ ആവുമല്ലോ. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ 18 വയസ്സൊക്കെ ആവുന്ന ടൈമിൽ നെക്സ്റ്റ് ആയിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റി, നമുക്ക് ഓരോ മന്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ മാസവും നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതിലൊന്നും സ്ട്രിക്റ്റ് വെച്ചിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ഭാവിയിലൊക്കെ സ്ട്രിക്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറേ ആൾക്കാർ വെറിഫിക്കേഷൻ കോഡ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബിലോ 18 കൊടുത്തുകൊണ്ട് നമ്മളെ പാരൻസിൻ്റെ നമ്പർ കൊടുക്കുമല്ലോ, ആ ടൈമിൽ നമുക്കൊരു OTP വരേണ്ടതാണ്. അപ്പോൾ അത് ആർക്കും വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ താൽക്കാലം കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഈ എബോ 18 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വരുന്ന ടൈമിൽ നിങ്ങൾ റിയൽ ആയിട്ട് തന്നെ പ്ലേ ചെയ്യാക്കാരം ഏറ്റവും നല്ലതായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. Bye.